പാലക്കാട് ജില്ലയിൽ മുതലമട പഞ്ചായത്തിൽ ചെമ്മണന്തോട് കോളനി LDF ഭരിച്ചിട്ട് ഇതുവരെ ഒരു സാധനവും കിട്ടിയിട്ടില്ല. 40-40 വർഷങ്ങളായി ഇവിടെ ഇരിക്കാൻ തുടങ്ങിയത്. വോട്ട് ചോദിച്ചു വരുമ്പോൾ കൊടുക്കുന്ന വാഗ്ദാനം നടപ്പിലാക്കാൻ കൂടി സർക്കാരിന് കഴിയണം. ഇത് കോൺഗ്രസിന്റെ ഭരണം ഉണ്ടായിരുന്ന സമയത്ത്, ഉമ്മൻചാണ്ടി ഭരിച്ച സമയത്ത് എനിക്ക് കിട്ടിയ സ്ഥലമാണ് ഇത്. അതിന് പട്ടയം അടക്കം കിട്ടിയിട്ടുണ്ട്. കുറെ പേർക്ക് പട്ടയവും കൊടുത്തിട്ടുണ്ട്. ആ അമ്മക്കൊരു ആധാർ കാർഡ് ഇല്ല, ഇതുങ്ങൾക്കൊരു ഭവനമില്ല. ഈ പുറമ്പോക്കിലാണ് ഇരിക്കുന്നത്. നിങ്ങൾ മരണം വരെ ഇവിടെ ഇരുന്നോ എന്ന് പറഞ്ഞിട്ടാ കൊടുത്തിരിക്കണം. ഇവർക്ക് എന്നാ പിന്നെ റോട്ടിൽ പോയി ഇരുന്നാ പോരെ? ഇവര് പിച്ചെടുത്ത് ജീവിക്കുന്ന ആൾക്കാർക്ക് റോട്ടിലിരുന്ന് ജീവിച്ചാൽ പോരെ? അപ്പൊ നമ്മൾ ഇത് ആരോട് പോയി പരാതി കൊടുക്കണം? പറ. ഒരു പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്താൽ അതിന്റെ പേരിൽ അടിക്കാൻ വരും. ഒരു പഞ്ചായത്തിൽ പരാതി കൊടുത്താൽ അതിന്റെ പേരിൽ അടിക്കാൻ വരും. എന്റെ മക്കള് പോലും ഇപ്പൊ ഇവിടെ വരുന്നില്ല, ഇവരെ പേടിച്ചിട്ട്. അമ്മ ഇവിടെ നിന്ന് വിട്ടിട്ട് പോവാൻ ഞങ്ങൾ വരാന്ന്. ഒരു പെൻഷൻ തരണമെങ്കിൽ ഇവര് തരണത് ഇപ്പോഴാണ് 2000 ആക്കിയിരിക്കുന്നത്. ചുമ്മാ ഇവർ തന്നെ 2000-ന് നമ്മൾ 4000 രൂപ ചെലവാക്കിയിട്ട് വേണം ഇവിടെ നിന്ന് പോകണമെങ്കിൽ. നമസ്കാരം, ഞാനുള്ളത് ചെമ്മണന്തോട് കോളനിയിലാണ്. എവിടെയാണെന്നല്ലേ? പാലക്കാട് ജില്ലയിൽ മുതലമട പഞ്ചായത്തിൽ ചെമ്മണന്തോട് കോളനി. ഇവിടെ ഒരു പറ്റം കുടുംബമുണ്ട്. ഒരുപാട് വർഷങ്ങളായിട്ട് പട്ടയമില്ലാതെ ഇവിടെ താമസിക്കുകയാണ്. ഒരു തുള്ളി കുടിവെള്ളം കിട്ടണമെങ്കിൽ രാത്രി 11 മണിയാവും. ശോചനീയാവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്നും ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇവർ കടന്നു പോകുന്നത്. ഒരു ബാത്റൂം ഇല്ല. ഇവർ പോകുന്നത് കാടുകളിലാണെന്ന്. ഇതൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ അവസ്ഥ കേൾക്കുമ്പോൾ ഒരുപാട് സങ്കടം തോന്നുകയാണ്. എന്തുകൊണ്ട് ഇത്രയും കാലം 10 വർഷം കേരളം ഭരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത് കണ്ടില്ല? ഒരു തുണ്ട് ഭൂമി കൊടുത്തില്ല. വോട്ട് ചോദിച്ചു വരുമ്പോൾ കൊടുക്കുന്ന വാഗ്ദാനം നടപ്പിലാക്കാൻ കൂടി സർക്കാരിന് കഴിയണം. നമുക്ക് ഇവരുടെ ഈ ശോചനീയാവസ്ഥയെക്കുറിച്ച് ഇവരോട് തന്നെ ചോദിച്ചറിയാം. LDF ഭരിച്ചിട്ട് ഇതുവരെ ഒരു സാധനവും കിട്ടിയിട്ടില്ല. 40-40 വർഷങ്ങളായി ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. അവരുടെ പാർട്ടിക്കാർക്കും കിട്ടിയിട്ടില്ല, മറ്റുള്ള പാർട്ടിക്കാർക്കും കൊടുത്തിട്ടില്ല. ഒരു സാധനവും, ഒരു വീടോ ഒരു ഇതോ. അതേ സമയത്ത് കോൺഗ്രസിന്റെ ഭരണം ഉണ്ടായിരുന്ന സമയത്ത്, ഉമ്മൻചാണ്ടി ഭരിച്ച സമയത്ത് എനിക്ക് കിട്ടിയ സ്ഥലമാണ് ഇത്. അതിന് പട്ടയം അടക്കം കിട്ടിയിട്ടുണ്ട്. കുറെ പേർക്ക് പട്ടയവും കൊടുത്തിട്ടുണ്ട്. പക്ഷെ LDF ഭരിച്ചിട്ട് ഒരു സാധനവും കൊടുത്തിട്ടില്ല. ഒരു റേഷൻ കാർഡ് പോലും അവർ കൊടുക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഒരു കൊറോണ വന്നിട്ട് ഇതേപോലെ തന്നെയായിരുന്നു. ഒരു റേഷൻ കാർഡ് ഉണ്ടാക്കാനായിട്ട് ഞാൻ പെട്ട പാട് ഒരുപാട് അറിയാം. അതിനുശേഷമാണ് അവർക്ക് ഒരു റേഷൻ കാർഡ് പോലും കിട്ടിയത്. ഇവർക്ക് ഒരു താമസ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ സാധനം പഞ്ചായത്തിൽ ചെന്നാൽ കൊടുക്കണില്ല. ഒരു ആധാർ കാർഡ് എടുക്കാൻ ചെന്നാൽ താമസ സർട്ടിഫിക്കറ്റ് ഇല്ലെന്ന് പറഞ്ഞ് കൊടുക്കുന്നില്ല. പല കാര്യങ്ങളാണ് ഇവരുടെ കാര്യത്തിന് വേണ്ടി ഞാൻ ഓടിക്കൊണ്ടിരുന്ന അവർ കൊടുക്കാത്തത്. ഒരു സ്ഥലത്തിന് ഇടപാട് നടത്തി കഴിഞ്ഞിട്ടുണ്ട്. വില്ലേജ് ഓഫീസർ ഇവിടെ കർണാടകക്കാരാന്ന് പറഞ്ഞിട്ടാണ് ഇവരുടെ പേരിൽ ഇവർ കൊടുക്കണത്. വോട്ടർ ID ഉണ്ട്, റേഷൻ കാർഡ് ഉണ്ട്, പിന്നെ ആധാർ ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഇവർക്ക് സ്ഥലത്തിന്റെ കാര്യം പറഞ്ഞ് വില്ലേജ് ഓഫീസിലോ തഹസിൽദാരോ ചെന്നാൽ വില്ലേജ് ഓഫീസർ കൊടുക്കണ ഒരു സർട്ടിഫിക്കറ്റ് ആണ് കർണാടകക്കാർ. എന്തുകൊണ്ട്? കർണാടകക്കാർ ഇന്ത്യയിൽ പെട്ടതല്ലേ? എന്തുകൊണ്ട് ഇവർക്ക് അത് കൊടുക്കാത്തത്? അവർ കർണാടകക്കാരാണെന്ന് വില്ലേജ് ഓഫീസർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കർണാടകക്കാരെന്ന് അവർ തെളിയിക്കട്ടെ. അതിന്റെ കടമ ആർക്കുണ്ട്? വില്ലേജ് ഓഫീസർക്കുണ്ട്. അതാണ് മെയിനായിട്ട് ആവശ്യമുള്ളത്. പിന്നെ ഈ കുടുംബത്തിലെന്ന് പറഞ്ഞാൽ 5 പേര് മരിച്ചിരിക്കുകയാണ് ആക്സിഡന്റിൽ മരിച്ചിട്ട് ഇവർക്ക് കൊടുത്തിരിക്കുന്നത് 3 കുടുംബത്തിന് 2 ലക്ഷം രൂപ വെച്ചാൽ കൊടുത്ത്. അതല്ലാതെ ഇവർക്ക് ഇപ്പൊ പണിക്ക് പോകാനോ ഒന്നിനും പറ്റാത്തൊരവസ്ഥപ്പെട്ടിരിക്കണം അവര്. ആ ഒരു സംഭവമാണ് ഇപ്പൊ ഇവിടെ നടക്കുന്നത്. സർക്കാർ ഒരു കാര്യത്തില് ഇപ്പൊ ഒരു റേഷൻ കാർഡ് 35 വയസ്സിന് മേലുള്ളവർക്ക് കൊടുക്കുന്നുണ്ട്. ഇവർക്കാണെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ് ഒന്നുമില്ല. ചോദിക്കാൻ ചെന്ന പഞ്ചായത്തിന്റെ ചെന്ന് കഴിഞ്ഞാൽ താമസ സർട്ടിഫിക്കറ്റ് ഇല്ല. ഇവർക്ക് എങ്ങനെ താമസ സർട്ടിഫിക്കറ്റ് കൊടുക്കണത്? ഇപ്പൊ ഈ ഒരു അമ്മക്ക് ആധാർ കാർഡ് ഉണ്ടാക്കാനായിട്ട് വാടകക്കാരാണെന്ന് പറഞ്ഞിട്ട് എന്റെ വീടിന്റെ നമ്പർ വെച്ച് കൊടുത്തിട്ട് അത് സാക്ഷ്യം, വീട്ടിൽ വാടകയ്ക്ക് ഇരുന്നാലേ സാക്ഷ്യം ഒപ്പിടാൻ പറ്റുള്ളൂ. ഇല്ലാത്തവർക്ക് എങ്ങനെ സാക്ഷ്യം ഒപ്പിടും? അത് വെച്ചിട്ട് ആ അമ്മക്ക് ഒരു ആധാർ കാർഡ് ഇല്ല, ഇതുങ്ങൾക്ക് ഒരു ഭവനമില്ല. ഈ പുറമ്പോക്കിലാണ് ഇരിക്കുന്നത്. ഇതിൽ ഇവരുടെ ആൾക്കാരോട് വന്നു വെച്ചാൽ അവര് പറഞ്ഞിരിക്കണത്, LDFന്റെ ആൾക്കാർ ഇവരോട് പറഞ്ഞിരിക്കണത് ഒറ്റ വാക്കെന്താന്ന് വെച്ചാ, നിങ്ങൾ മരണം വരെ ഇവിടെ ഇരുന്നോ എന്ന് പറഞ്ഞിട്ടാ കൊടുത്തിരിക്കണം. ഇവർക്ക് എന്നാ പിന്നെ റോട്ടിൽ പോയി ഇരുന്നാ പോരെ? ഇവര് പിച്ചെടുത്ത് ജീവിക്കുന്ന ആൾക്കാർക്ക് റോട്ടിലിരുന്ന് ജീവിച്ചാൽ പോരെ? എന്തിനാ ഇങ്ങനത്തെ പരിപാടിക്ക് നിൽക്കുന്നത്? നമുക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഭവനം ഉണ്ടെങ്കിലല്ലേ നമുക്ക് ആ വീടിനകത്ത് എന്തെങ്കിലും കൈകാര്യം ചെയ്ത്. ഇത് പുറമ്പോക്ക് സ്ഥലത്തിനകത്ത് കല്ല് വെച്ച് കെട്ടിയെന്ന് പറഞ്ഞിട്ടാണ് പ്രശ്നങ്ങൾ ആദ്യം ഉണ്ടാക്കിയത് അവര്. ഈ പുറമ്പോക്ക് സ്ഥലത്തിനകത്ത് നിങ്ങൾ എന്തിനും കല്ല് വെച്ച്? വീട് സ്ഥലം ഉള്ളവർ ഇതുവരെ ഇവിടുന്ന് പോയിട്ടില്ല. പട്ടയം കൊടുത്തവരുണ്ട്, പഞ്ചായത്തിൽ നിന്ന് സ്ഥലം കൊടുത്തവരുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ പല ആൾക്കാരും പോയിട്ടില്ല. പറയാൻ ചെന്നിട്ടുണ്ടെങ്കിൽ ജാതി വിളിച്ചെന്നുള്ള പേരും പറഞ്ഞ് ഞങ്ങളെ പ്രശ്നത്തിൽ ഇടപെടുത്തുന്നത്. അപ്പൊ ഞങ്ങൾക്ക് എന്താ ഒരു വാക്കും ഇണ്ടാൻ പറ്റണത്തെ ഒരു അവസ്ഥയിൽ ഇപ്പൊ ഞങ്ങൾക്ക് വന്നുപെട്ടിരിക്കണം. അപ്പൊ ഇവരുടെ ഇടയിൽ കിടക്കണോണ്ട് ഞങ്ങൾക്ക് അതും പാടാണ്. വാ തുറക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് ജീവിക്കണ്ട ഇവിടെ. വാട്ടർ അതോറിറ്റിയുടെ കണക്ഷൻ ഇവിടെ ഇല്ല. ഉള്ളത് ഉപഭോക്താക്കളുടെ പൈസ, അത് അവരുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ടാണ് പൈപ്പ് കണക്ഷനും പിന്നെ മോട്ടോർ പേരെ ഉണ്ടാക്കിയത്. ആ ഉണ്ടാക്കിയതിൽ 200 കറണ്ട് ബില്ല് വരുന്ന സമയത്ത് നമ്മൾ 200 രൂപ വെച്ച് കൊടുക്കണം. അതിൽ പാതി മുക്കാൽ സമയത്തും വെള്ളവുമില്ല.
വെള്ളത്തിന്റെ പൈസക്ക് ഇവിടെ വരാൻ പറഞ്ഞാൽ ബില്ല് ചോദിച്ചാൽ ബില്ല് തരില്ല. ആർക്കും ബില്ല് കൊടുത്തിട്ടില്ലെന്നും പറഞ്ഞിട്ട് ഞങ്ങൾ ചോദിച്ചാലും ബില്ല് തരുന്ന പരിപാടിയില്ല. ഇതിങ്ങനെ കൂട്ടി കൂട്ടി വെച്ച് ലാസ്റ്റ് പൈപ്പ് കണക്ഷൻ കട്ട് ചെയ്തുകൊണ്ട് പോകും. കട്ട് ചെയ്തുകൊണ്ട് പോകുമ്പോൾ പ്രശ്നം ഉണ്ടാക്കിയിട്ട് കാശ് മൊത്തം അവർ മേടിക്കുകയും ചെയ്യും. മറുപടിയും കൊണ്ടുവന്ന് കണക്ഷൻ ഇടും. അത് കഴിഞ്ഞിട്ട് മറുപടി ഇതുപോലെ തന്നെ കറണ്ട് ബില്ലിന് വരില്ല. ചോദിക്കുമ്പോൾ ബില്ല് ചോദിച്ചാൽ അവർ തരുന്നില്ല. ഈ തട്ടിപ്പും തന്ത്രവും കൊണ്ട് നടക്കുമ്പോൾ ഞങ്ങൾക്ക് ബില്ല് തരണോ വേണ്ടേ? പൈസ കൊടുത്ത് നമുക്ക് ബില്ല് വേണ്ടേ? നിങ്ങൾ പൈസ ബില്ല് അടിക്കണ്ട, എഴുതി തന്നൂടെ? എഴുതി തരാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു നിങ്ങൾ അതിനകത്ത് വേറെ എന്തെങ്കിലും എഴുതി. അതെങ്ങനെ എഴുതി പിടിപ്പിക്കുന്നത്? വെള്ളരിക്കപ്പെട്ടോ ചുമ്മാ എഴുതി പിടിപ്പിക്കാനായിട്ട്? നമ്മൾ 200 രൂപ കൊടുത്താൽ ഈ മാസത്തെ ബില്ലിന്റെ പൈസ കിട്ടി എന്നവർ തന്നൂടെ? അത് തരാൻ അവർക്ക് കഴിയില്ല. എന്തുകൊണ്ടാണ് അവർ തരാത്തത്? എനിക്ക് ബില്ല് ആവശ്യമുണ്ട്, എനിക്ക് തരണം. മറ്റുള്ളവരുടെ കാര്യം എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. എനിക്ക് ബില്ല് ആവശ്യമുണ്ട്, എന്നാലല്ലേ എനിക്ക് തെളിയിക്കാൻ പറ്റുള്ളൂ. ഇത് അവർ ചോദിച്ചാൽ തരില്ല. ചോദിക്കാൻ നിന്ന് കഴിഞ്ഞാൽ എല്ലാം കൂടെ കൂട്ടത്തോടെ വരുന്നതല്ലേ? അപ്പൊ നമ്മൾ ഇത് ആരോട് പോയി പരാതി കൊടുക്കണം പറ? ഒരു പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്താൽ അതിന്റെ പേരിൽ അടിക്കാൻ വരും. ഒരു പഞ്ചായത്തിൽ പരാതി കൊടുത്താൽ അതിന്റെ പേരിൽ അടിക്കാൻ വരും. എന്റെ മക്കള് പോലും ഇപ്പൊ ഇവിടെ വരുന്നില്ല, ഇവരെ പേടിച്ചിട്ട്. അമ്മ ഇവിടെ നിന്ന് വിട്ടിട്ട് പോവാൻ ഞങ്ങൾ വരാന്ന്. കാരണം അത്രയും പേടി. കുഞ്ഞുങ്ങളെ വരെ തൂക്കിയെടുത്തറിയുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. അപ്പൊ ഞങ്ങൾ എങ്ങനെ മനസമാധാനത്തിന്റെ കൂടെ ജീവിക്കും? ഒരു ഇതിനും ഇല്ലാത്ത നമുക്കൊരവസ്ഥയാണ്. നമ്മൾ എന്താ വെച്ചാൽ ഒന്നിനും പുറത്തോട്ട് ഇറങ്ങാൻ പറ്റില്ല. ഒരു മകനുണ്ട് +2 പഠിക്കണേ. അവനാണെങ്കിൽ രാവിലെ സ്കൂളിൽ പോകും, ഒരു ഓട്ടോറിക്ഷയിലെ പറഞ്ഞു വിടണം. വൈകുന്നേരം മന്നപാട് അവന് മാത്രമേ അറിയുള്ളൂ. ഇത് ഇവിടെ ഒരു കുടികാരനുണ്ട്, അതും ഇതുപോലെ തന്നെ റോട്ടിൽ വെച്ച് പിടിച്ചു നിർത്തി തല്ലാനൊക്കെ പോവുക. കുടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമുണ്ട്. കഞ്ചാവ്, ചാരായ മറ്റ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ഇവിടെ മെയിൻ നടക്കുന്നത്. ഇതൊക്കെ ഞാൻ പുറത്തറിയിക്കുന്നതുകൊണ്ടാണ് എന്നെ തല്ലാനായിട്ട് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കിവിടെ മനസ്സമാധാനത്തിൽ ജീവിക്കണോ വേണ്ടേ? ഒരു പെൻഷൻ തരണമെങ്കിൽ ഇവർ തരണത് ഇപ്പോഴാണ് 2000 ആക്കിയിരിക്കണത്. ഈ 2000 തന്നെങ്കിൽ മസ്റ്ററിംഗ് എന്ന് പറഞ്ഞൊരു ട്രിപ്പ് വരും. പെൻഷൻ ഇത് പിന്നെ റീമാരേജ് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞൊരു ഇത് തരും. അതല്ലാന്നുണ്ടെങ്കിൽ വരുമാന സർട്ടിഫിക്കറ്റ് എന്നും പറഞ്ഞു തരും. ഇങ്ങനെയാണ് ഇവിടുത്തെ ഈ സർക്കാർ ചെയ്യണ ഒരു അതിക്രമം. ഇതിക്ക് മുമ്പ് ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടില്ല. ചുമ്മാ ഇവർ തന്നെ 2000-ന് നമ്മൾ 4000 രൂപ ചെലവാക്കിയിട്ട് വേണം ഇവിടെ നിന്ന് പോകണമെങ്കിൽ. അപ്പൊ ഈ കാശ് ഇവർ തന്നെ തരണമെന്ന് പറയേണ്ടി നമ്മുടെ തന്നെ ചെലവാക്കേണ്ടി ചെയ്യണം. പപ്പടം വിറ്റിട്ടാണ് ഇപ്പൊ അതുങ്ങൾ ജീവിക്കണത്. രാത്രി പിള്ളേരെയും കൊണ്ട് പോയിട്ട് പപ്പടം വിറ്റിട്ട് 11 മണിക്കൊക്കെയാണ് ഇവിടെ വന്ന് കയറണത്. കാരണം പപ്പടം വിറ്റാൽ തീർന്നാലല്ലേ അതുങ്ങൾക്ക് വരാൻ പറ്റുള്ളൂ. മലപ്പുറത്തുനിന്ന് വയനാട് നിന്ന് പപ്പടം വരുത്തിച്ചിട്ട് ഇവിടെ വന്ന് ഇറക്കിയിട്ട് അവിടെ നിന്ന് പപ്പടം ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ നിന്നാണ് ഇവർ ഈ പപ്പടം വിൽക്കാൻ പോണത്. രാവിലെ എഴുന്നേറ്റ് ഇവിടെ എല്ലാം പപ്പടം വിൽക്കാൻ പോകും. രാത്രി വരുമ്പോഴത്തേക്കും ഈ കുഞ്ഞുങ്ങളെയൊക്കെ ഇട്ടാണ് പോണത് പപ്പടം വിൽക്കാൻ. ഇപ്പൊ ആക്രി പറക്കിക്കൊണ്ടിരുന്ന വെച്ചാൽ ഇപ്പൊ ആക്രി പറക്കലൊക്കെ നിർത്തിയിരിച്ചിരിക്കും. ഈ ആക്സിഡന്റ് സംഭവിച്ച പിന്നെ അതുങ്ങൾക്ക് പണിക്ക് പോകാനും പറ്റുന്നില്ല. അപ്പൊ അതുങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ ആര് സർക്കാർ നോക്കണോ വേണ്ടേ? ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ചാൽ അതുങ്ങൾക്ക് മെയിൻ ആയിട്ട് കൊടുക്കേണ്ട ഒരു സംഗതി എന്താന്ന് വെച്ചാൽ, ഒന്ന് ജാതി സർട്ടിഫിക്കറ്റ്, രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ അവർക്ക് ഭവനം, വീട് സ്ഥലവും അവർക്കില്ല. പിന്നെ അവർ കർണാടക ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവർ ഇന്ത്യക്കാരാണെന്നുള്ള ധാരണ വെച്ച് വേണം കൊടുക്കാൻ. അതാണ് വല്ല അമേരിക്കയിലും ലണ്ടനിലും ഒക്കെ ജീവിക്കുന്ന ആൾക്കാരല്ലേ, നമ്മുടെ കേരളത്തിൽ ഇത് ഉള്ള ആൾക്കാരല്ലേ. അപ്പൊ അവർക്ക് അത് കൊടുത്തൂടെ? ഇതൊരു വീടാണ്. ഇതിന്റെ ഒരു റൂമിന്റെ ഉള്ളിലാണ് ഇത് കാണുന്നത്. ഇതില് ഇത് ഒരു റൂം, ഇതൊരു റൂം, ഇത് ഒരു റൂമാണ്. ഇതാണ് ഇവിടെ ഉള്ള റൂം. ഈ റൂമിന്റെ ഇതാണ് കാണുന്നത്. ഇതിനകത്താണ് ഒരു 3 കുടുംബം വഴി ഇരിക്കണത്. ഈ ഒരു റൂമിനകത്താണ് അവർ ഭക്ഷണം ഉണ്ടാക്കണത്, കഴിക്കണത്, കിടക്കണത്, ഉറങ്ങണത്, എല്ലാ സംഗതി ഇതിനകത്താണ്. ഒരു 10-15 പേരുണ്ട് എല്ലാവരും കൂടി ചേർത്തിട്ട് ഈ ഒരു വീട്ടിൽ മാത്രം, കുടുംബത്തിന് എന്ന് പറഞ്ഞാൽ ഈ ഒരു വീട്ടിൽ മാത്രം. ഇനി അതിന്റെ അപ്പുറത്ത് ഒരു വീടുണ്ട്, അതിനകത്തുകൊണ്ട് ഒരു 4-5 പേര് താമസിക്കണത്. ഒക്കെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുക. കാരണം അവർക്ക് നിവൃത്തിയില്ല വാങ്ങിക്കാനായിട്ട്. അവർക്ക് കിട്ടുന്ന കാശ് അവർക്ക് ചെലവിനേ തികയുന്നില്ല. ബാത്റൂമുകളില്ല, എല്ലാം അവർക്ക് വെളിയിലാണ് പോണത്. പറമ്പിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണേ. കാരണം കക്കൂസവും ഇല്ല, കുളിമുറി ഇല്ല, ഒന്നുമില്ല. ഇങ്ങനെ രാത്രി സമയങ്ങളിലാണ് അവർ പൈപ്പിൽ വെള്ളം വരുന്നത്. രാത്രി വെള്ളം വരുന്നതേ 10 മണി രാത്രിയാണ്. അവർക്കൊക്കെ 5 മണിക്ക് തുറന്നുകൂടും. ഞങ്ങൾക്ക് ഈ ഭാഗത്തോട്ട് വരുമ്പോൾ 10 മണിയാവും വെള്ളം വരുമ്പോൾ. 1 മണിക്കൂർ തരും. അവർക്ക് 4-5 മണിക്കൂർ അവരുടെ ടീമുകാർക്ക് കൊടുക്കും. ഈ ഭാഗത്തോട്ട് വരുന്നത് 1 മണിക്കൂർ അല്ലെ 1.5 മണിക്കൂർ വെള്ളം തന്നെ. അത് രാത്രി 10 മണിക്ക്. എത്ര പരാതി പറഞ്ഞാലും അതിന് സപ്പോർട്ട് ചെയ്യാനും ഒരാൾക്കാരും ഇല്ല, ഒരു പാർട്ടിയും ഇല്ല, ഒരു സംഘടനയും ഇല്ല, ഒന്നുമില്ല. ഞങ്ങളൊക്കെ അനുഭവിക്കണ ബാധന ഞങ്ങൾക്ക് മാത്രമേ അറിയാൻ പാടുള്ളൂ ഇവിടെ കിടന്നുണ്ട്.